എന്തായിരുന്നു പ്രശ്നം? കാര്യങ്ങളൊക്കെ ഞാൻ പൈസയോട് പറഞ്ഞിട്ടുണ്ട് സാർ. എന്റെ പരാതിയാണ് സാർ, ഇതിന്റെ ആക്ഷൻ എടുക്കണം. എടുക്കാലോ. എന്തായിരുന്നു പരാതി? കേൾക്കട്ടെ. ഇന്നലെ അമ്പലത്തിന് മുമ്പിൽ വെച്ചവൻ എന്നെ തല്ലിയവൻ. അല്ലേടാ? ഇല്ല സാർ, ഞാൻ തല്ലിയിട്ട. പിന്നെ ഞാൻ അന്നേരം ഏർക്കാണ്ട് ഒരു മനുഷ്യനെ ചീത്ത വിളിക്കുമ്പോൾ ആ വികാര തള്ളിച്ചേല് ഞാൻ ചെറുങ്ങനെ നൂന്തിപ്പോയിനി. വെറുതെ പറഞ്ഞ സാർ, ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ തല്ലി നിലത്തിട്ടത്. വികാരം തള്ളിച്ച വന്ന നീ ആളെ തല്ലി താഴെയിടോ? ഇല്ല സാർ. നിനക്കെന്താ പണി? സാർ ഞാൻ കവിയാണ്. ഓ, രാജേഷ് അമ്പലത്തറ. സാറ് കേട്ടിട്ടുണ്ടാവും. ഇല്ലല്ലോ. സാർ നല്ല കഴിവില്ല ആളാണ് സാർ. അതൊക്കെ പോട്ടെ. സംഭവം പറയേ. സാർ സത്യം സംഭവം ഉണ്ടായെന്ന് വെച്ചാല് എന്റെ വീട്ടില് ഈ മൊബൈൽ കമ്പനിക്കാർ ഒരു ടവർ ആക്കാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു കൊല്ലത്തെ ഒരു പൈസ കിട്ടുന്നല്ലേ, ഞാൻ ആയിക്കോട്ടെ സമ്മതിച്ചു. അപ്പൊ ഭാര്യയും പറഞ്ഞു ആയിക്കോട്ടെപ്പാ, നമുക്ക് വേറെ തന്നെ ഒരു കിട്ടുന്ന ഒരു വരുമാനല്ലേ. പിന്നെ ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും മാധവ മാഷോടും കൃഷ്ണേട്ടോട് ചോദിക്കാണ്ട് ഒന്നും ചെയ്യില്ല. അപ്പൊ ഞാൻ മാധവ മാഷോട് ചോദിക്കുമ്പോ മാധവ മാഷ് പറഞ്ഞു, മോനെ അത് പറ്റൂല, അത് നമ്മുടെ നാട്ടിൽ വലിയ വിപത്താണ്, ഈ അണ്ണാക്കൊട്ട പൂമ്പാറ്റെല്ലാം ചാവുന്നില്ല, ഇപ്പൊ ഇല്ലല്ല, ഈ അണുപ്രസരണം കൊണ്ടാന്ന് എല്ലാം ചാവുന്നു. ഞാൻ പറഞ്ഞു നാട്ടിന് വേണ്ടാത്ത കാര്യം ഒറ്റ നമുക്ക് വേണ്ട. എന്താണ് പ്രശ്നം സാറേ? ഇവൻ മൊബൈൽ ഉപയോഗിക്കുന്നത്, ഇതാ ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നത്, സാർ ഉപയോഗിക്കുന്നത്, നമ്മളൊക്കെ ഇപ്പൊ പനി പിടിച്ച വർക്കാണ്. സാറേ അടങ്ങ്, ഞാനൊന്ന് കേൾക്കട്ടെ, പരിഹരിക്കാം. പറയാം. അപ്പൊ ഞാൻ വന്നിട്ട് മൊബൈൽ കമ്പനിക്കാരോട് ഇതൊന്നും എന്റെ വീട്ടിൽ പറ്റില്ല, വളപ്പിന് പുറത്തോളന്ന് പറഞ്ഞു. കമ്പനിക്കാരിൽ എടുത്തിട്ട് കൊണ്ടുപോയി. എന്റെ സാറേ ഒരാഴ്ച കഴിയുമ്പോ ഈ മൊബൈൽ കമ്പനിക്കാർ ടവർ ഇതാ ഈ സാറാ വീട്ടിലാക്കുന്നത്, എന്റെ തൊട്ടപ്പുറത്തെ വീട്ടില്. മാത്രല്ല സാറേ, എനിക്കൊന്നുകൂടി പറയാൻ സാറേ, എന്റെ പറമ്പിൽ ടവർ വെക്കണോ കൊടിമരം വെക്കണോ ഞാൻ തീരുമാനിക്കും. ഇവന്റെ പെർമിഷൻ ആവശ്യമില്ല. നിങ്ങൾ അടങ്ങ്, നമുക്ക് പരിഹരിക്കാം. അത് മാത്രല്ല സാറേ പ്രശ്നം, ഇല്ല വീട് വാടക കൊടുത്തിട്ട് ഭാര്യ വീട്ടിൽ പോയി താമസിക്കുന്നത്. ഇപ്പൊ വാടക മൊത്തം ഇയാക്കും, അണുപ്രസരം ഇറക്കെ എന്റെ കുടുംബത്തിന്. സാറേ എന്റെ വീട് വാടക കൊടുക്കുകയും പൊട്ടിവിടുകയും ചെയ്യും. വേണമെങ്കിൽ പറശ്ശിനിക്കടവ് പാമ്പകുളത്ത് കേന്ദ്രത്തിൽ പോയി താമസിക്കും. നിന്റെ ഭാര്യ വീട്ടിലേക്ക് വന്നില്ലല്ലോ. സാറേ ഇതെങ്ങനെ കുത്താനെത്തും? സാറേ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. സാറേ ഒരു കോംപ്രമൈസിന് ഞാനില്ല. സാറിന് ഞാൻ പരാതി തന്നിട്ടുണ്ട്. സാർ ആക്ഷൻ പറ്റി എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ വക്കീലുമായിട്ട് വരുമ്പോൾ ഇവനെ ഞാൻ കോടതി കയറ്റും, ഇവനെ പൂട്ടിക്കും ഞാൻ. ഓ അങ്ങനെയല്ലേ സാറേ? കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. മോനെ പ്രസാദേ, ഇനിയിപ്പോ നിനക്ക് എന്താ പറയാനുള്ളത്? പറ്റിപ്പോയി എടുത്തു വിഴുങ്ങി കുറ്റം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതോടെ ആയിരിക്കും. ചെല്ലടാ. ഇല്ലടാ നീ കേറി. കൊല്ലുകളി പോട്ടെ. ഇപ്പൊ പോണമെന്നില്ല സാറേ. പോയിക്കോ, പോയി കണ്ടിട്ടോ കേട്ടാ. പോയിട്ട് പിടിച്ചേക്കന്നെ പറഞ്ഞേ. നീ എടുത്തിട്ടില്ല അല്ലേ? നീ എടുത്തിട്ടില്ലെന്ന് നീ ബോംബെയില് എവിടെയാണെന്ന് പറഞ്ഞത്? ഞാൻ ബോംബെ കണ്ടിട്ടില്ല. പണി ഞാൻ കാണിച്ചു തരാം. കുറച്ചു നേരമായി കളിപ്പിക്കാൻ തുടങ്ങിട്ടെ. നീ ഓർത്തോ, ഇറങ്ങാത്ത രീതിയിൽ ഞാൻ പൂട്ടിക്കളയും. എനിക്ക് പോലീസിലെ പണി മനസ്സിലായിട്ടില്ല. ശിവനെ വിളിച്ച അപ്പോ ബാബു സാർക്ക് എന്താ വേണ്ടേ? സാറേ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇവൻ അമ്പലത്തിന് മുമ്പിൽ വെച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇവൻ പരസ്യമായി അടിച്ചതല്ലേ സാറേ, അതെനിക്ക് തയ്ക്കാൻ പറ്റും സാറേ. അവൻ നടയിൽ വെച്ച് മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ. മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? സാറേ ഞാൻ എന്തിനു മാപ്പ് പറയാം സാറേ? ശിവ, കേസ് 379 പോരാ, റോബറി ആയിട്ട് എടുക്കണം. പോലീസിനെ കളിപ്പിച്ചല്ലേ? മൊഴി നമ്മൾ മാറ്റിയെടുക്കേണ്ടി വരും. സാക്ഷികളായിട്ട് ശ്രീജന്റെ ഭർത്താവുണ്ടല്ലോ. പോരാ പോരാ. അതുകൂടാതെ ആ വീശുകാരന്റെയും താത്തേന്റെ അഡ്രസ് അവരെ ഐഡന്റിറ്റി കാർഡ് വെരി ഗുഡ്. അവരെ കാണിക്കാം. അവനെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്നാണെങ്കിൽ നമുക്കൊരു ക്രെഡിറ്റ്. കൃത്യമായിട്ട് മൊഴിയെടുക്കുക. എന്ത് കാണിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അവനെ പൂട്ടിയിരിക്കണം, പുറത്തിറക്കാൻ രീതിയിൽ പൂട്ടണം കേട്ടോ. ഓക്കെ. അപ്പൊ പിന്നെ ബാബു സാർക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞേ? സാറേ അവൻ എന്നെ പരസ്യം അടിച്ചതല്ലേ സാറേ. ഒന്നുമില്ല, ഞാൻ അവനേക്കാൾ പ്രായമുള്ളവൻ. അതോ മനസ്സിലാക്കണ്ടേ? അവൻ അവന്റെ തെറ്റ് മനസ്സിലാക്കണം. അവനെ മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ. അത് എവിടെ വെച്ചാലും മതി, ഞാൻ ക്ഷമിച്ചോളാം. ബാബു സാറേ മാപ്പ് പറ്റിപ്പോയി. ബാബു സാറേ പറ്റിപ്പോയി പറഞ്ഞല്ലോ. അപ്പൊ ഈ പരാതി എന്തായാലും അതൊക്കെ തന്നെ ആയിക്കോട്ടെ സാറേ. സാറേ. ഓക്കെ.